UDF പ്രതിപക്ഷത്തിരിക്കുന്നത് പോലെയാണോ CPM പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിയമസഭയിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരും? പ്രതിപക്ഷത്ത് CPM ഇരുന്ന കാലത്തല്ലേ ബാർക്കോഴയിൽ ധാരണയുണ്ടായത്? സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം തുടങ്ങി ഉച്ചയാകുമ്പോൾ അവസാനിപ്പിച്ചത് അടിസ്ഥാനത്തിലെ രണ്ടാമത്തെ ദിവസം അത് CPM ആയിരുന്നില്ല അന്ന് പ്രതിപക്ഷത്ത്. അന്ന് ഞങ്ങളാണ് ആ സമരം കൊണ്ടുപോയത്. VS അച്യുതാനന്ദനും ഞാനും മാത്രമാണ് ബാർക്കോഴ കേസിൽ അതിനുശേഷം വിജിലൻസ് കോടതിയിൽ പോയ രണ്ടാളുകൾ. വേറെ CPMൻ്റെ മറ്റൊരു നേതാവും ഇല്ലായിരുന്നു. അതുകൊണ്ട് CPM ഇങ്ങനെ ഒത്തുതീർപ്പിനൊന്നും വഴങ്ങാത്ത പാർട്ടിയാണ് എന്നുള്ള ധാരണയൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. CPM കോൺഗ്രസ് ഭരിക്കുമ്പോൾ CPMഉം ഒത്തുതീർപ്പിന് വഴങ്ങാറുണ്ട്, ഒത്തുതീർപ്പിന് സന്നദ്ധരാവാറുണ്ട്, ശ്രമിക്കാറുണ്ട്. CPM ഭരിക്കുമ്പോൾ മറിച്ചു. ഇത് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതല്ല. അതല്ലാതെ ഞങ്ങൾ ഭരണത്തിലിരിക്കുമ്പോൾ നിങ്ങൾ സഹായിക്കണം, ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സഹായിക്കില്ല, അങ്ങനെയല്ല. അവർ ധരിക്കുന്നത് ഇനിയുള്ള കാലത്തോളം കഴിഞ്ഞ 50 കൊല്ലക്കാലം ഉണ്ടായിരുന്നത് പോലെ തന്നെ ഉണ്ടാവും എന്നും എന്നുള്ള ധാരണയിലാണ്. ആചന്ദ്രതാരം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, ആ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യം മാറും. ഇടതുപക്ഷ മുന്നണികൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം അവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പിലാക്കിയതുപോലെ നടപ്പിലാക്കാൻ പറ്റില്ല. സഭയിൽ ഒരു വേറിട്ട ശബ്ദം എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ സഭയിൽ ഈ ഇന്ത്യ മുന്നണിയാണ് എന്ന രീതിയിൽ ഇടതുപരത് മുന്നണികളെ, അതായത് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഇന്ത്യ മുന്നണിയാണ് എന്ന രീതിയിൽ കടന്നാക്രമിച്ചായിരിക്കുമോ നിയമസഭയിൽ BJPയുടെ ശബ്ദം ആണെന്ന നിലയിൽ പറയേണ്ട കാര്യമില്ല. അത് പാറശാല കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവർ ഉണ്ട്, ഇപ്പോൾ ഇവിടെയുണ്ട്. അത് തന്നെയാണല്ലോ, ഇന്ത്യ മുന്നണി തന്നെയാണല്ലോ. പക്ഷെ അതേസമയം BJP 3 അക്കൗണ്ട്, അതായത് പൂട്ടിയ 3 അക്കൗണ്ടുകളായി തുറന്നത് വലിയ രീതിയിൽ കേരള രാഷ്ട്രീയം അല്ലെങ്കിൽ കേരള ജനത ഭയപ്പെടണം എന്ന രീതിയിലാണ്. ഇപ്പൊ മുഖ്യമന്ത്രി ആയാലും CPM ആയാലും അതേ രീതിയിലാണ് കോൺഗ്രസും പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവരൊരു ശബ്ദമാണ്. അതായത് മുസ്ലിം ലീഗ് ഇത്രയും വളരുന്നതിൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. BJPക്ക് 3 സീറ്റ് കിട്ടിയാൽ ആശങ്കപ്പെടണം എന്ന് പറയുന്ന സമീപനത്തിൻ്റെ ആ വൈരുദ്ധ്യം ഞങ്ങളൊരു ഹിന്ദു സമുദായത്തിൻ്റെ വേണ്ടി മാത്രമല്ല. നിങ്ങൾ തന്നെ ഇപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നടത്തുന്നു. മുസ്ലിം ലീഗ് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുകയോ അവരുടെ ഇഷ്യൂസ് റേസ് ചെയ്യുകയോ ആ സമുദായത്തെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയോ എന്തെങ്കിലും ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ടോ? പക്ഷേ അതുകൊണ്ട് എങ്കിൽ പോലും ഇവർ രണ്ടുപേരും ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ലീഗ് ഈ തരത്തിൽ ഒരു അപ്രമാദിത്വം വരുന്നതിനെക്കുറിച്ച് തെറ്റില്ല. BJPക്ക് 3 സീറ്റ് കിട്ടിയാൽ അപകടമാണ്. ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയും.